സന്നദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മലപ്പുറം ജില്ല എല്ലാ കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു ജില്ലയാണ്. അത്തരത്തിലുള്ള നിരവധി കാരുണ്യത്തിൻ്റെ വാർത്തകൾ നമ്മൾ മലപ്പുറത്ത് നിന്ന് പലപ്പോഴും കണ്ടതാണ്. അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ മലപ്പുറം പുല്ലാരയിൽ നിന്ന് ഒരു കാരുണ്യത്തിൻ്റെ വാർത്ത കൂടി വരുന്നത്. മലപ്പുറം പുല്ലാരയിൽ 2 കിഡ്നികളും തകരാറിലായ ഒരു രോഗിക്ക് വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് നാട്ടുകാർ സ്വരുക്കൂട്ടിയത് ഏതാണ്ട് 1.5 കോടിയോളം രൂപ, 50 ലക്ഷത്തിനടുത്ത് രൂപയാണ്. ഒരു ദിവസം രാവിലെ 10 മുതൽ അന്നേരം ദിവസം രാത്രി 10 മണി വരെ നടത്തിയ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ആ തുക കണ്ടെത്താൻ കഴിഞ്ഞത്. പുല്ലാരയിലെ മഹല്ല് കമ്മിറ്റിയും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും അങ്ങനെ നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരും എല്ലാവരും ചേർന്നുള്ള ഒരുമിച്ചുള്ളൊരു പ്രവർത്തനത്തിലൂടെയാണ് ഈ വലിയ ഒരു മാതൃക തീർത്തത്. 50 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ അന്നേ ദിവസം അവർക്ക് സംഭാവനയായി ലഭിച്ചു. ചെറിയ കുട്ടികൾ അവരുടെ കുടുക്കകളിൽ നിന്നുള്ള പണം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു നാട് ഒരുമിച്ച് ഒരു രോഗിക്ക് വേണ്ടി കൈകോർത്ത കഥയാണ് പുല്ലാരയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ പുല്ലാരയിലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. ഇപ്പം ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ നമ്മളൊപ്പം ചേരുന്നു. സംഘാടക സമിതി ചെയർമാൻ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്? ഒരു യാത്രയിൽ PMA സമീർ എന്ന നമ്മുടെ ഒരു ബന്ധപ്പെട്ട ഒരാളായിട്ട് സംസാരത്തിലാണ്. അവരെ അഴിഞ്ഞിലം അവരെ നാട്ടിൽ അവരെ മഹല്ലിൽ ഇതുപോലെ 17 ലക്ഷം രൂപയുടെ ഒരു കളക്ഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരായിട്ട് സംസാരിച്ചിട്ട് ഇത് നമുക്കിങ്ങനെ വെക്കുകളും പോയിട്ടുള്ള 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, അതിന് വേണ്ട നിർദ്ദേശം, അങ്ങനെ ആ നിർദ്ദേശം തന്നു. ആ നിർദ്ദേശം ഇവിടെ മഹല്ല് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. മഹല്ല് കമ്മിറ്റി അത് എല്ലാവരും കൂടി അത് സഹകരിച്ചു. അതിനുശേഷം നമ്മുടെ നാട്ടിലെ അമ്പല കമ്മിറ്റിയെയും ക്ലബ്ബുകളെയും അതേപോലെ മേൽമുറി സുന്നി മസ്ജിദ് എല്ലാവരുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ സ്വസംഘം രൂപീകരിച്ചു. ആ സ്വസംഘത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏരിയ തിരിച്ച് സ്ക്വാഡ് വർക്കുകൾ വീടാന്തരം 1300 വീടുകളിൽ ഞങ്ങളിതിൻ്റെ നോട്ടീസും കാര്യങ്ങളും എത്തിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 3 ലക്ഷം മുതൽ 1 അങ്ങനെ ലക്ഷങ്ങൾ 3 മുതൽ ഒരു 3 ലക്ഷം 2 ലക്ഷം 1 ലക്ഷം അത് തൊട്ട് താഴോട്ട് 50 രൂപ വരെ 1614 റെസിറ്റിലാണ് ഞങ്ങൾ ഈ സമാഹരിച്ചത്. ക്യാഷ് ഒരു പൈസ ഇല്ലാതെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ 47 ലക്ഷം രൂപ ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് അതിലേക്ക് ലേശം പൈസ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 50 ലക്ഷമായിരുന്നു ഞങ്ങളുടെ ടോട്ടൽ ടാർഗറ്റ്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഈ നാടിൻ്റെ അമ്പല കമ്മിറ്റിയും 2 മഹല്ല് കമ്മിറ്റിയും ക്ലബ്ബുകളും ആത്മാർത്ഥമായി മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് ഈ സംഖ്യ എത്തിച്ചതും. ഒരു ദിവസം രാവിലെ 9:58 തുടങ്ങി 26-ാം തീയതി 9:58 തുടങ്ങി രാത്രി 10:10 ഞങ്ങളിത് സമാപിച്ചു. നാട്ടുകാരിങ്ങനെ ജനങ്ങൾ ഒഴുകി വന്നു. അവർക്കുള്ള ചായ അതുപോലുള്ള മറ്റു പോഷക ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു ക്ലബ്ബ് നന്മാറിൻ്റെ ക്ലബ്ബാണ് അത് സ്പോൺസർ ചെയ്തത്. പരിപൂർണമായിട്ട് വന്നവരൊക്കെ സ്വീകരിച്ച് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഈ ഫണ്ട് കളക്ഷൻ നടത്തി. ഇപ്പം കൺവീനർ KP അബൂബക്കർ ദാരിമി ചേരുന്നുണ്ട്. അതായത് ഒറ്റ ദിവസം കൂടെ നമുക്ക് ഈ പൈസൻ്റെ സ്വരൂപിക്കാൻ കഴിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാതൃകയാണ്. പുല്ലാര എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ പഞ്ചായത്തിലെ ഒരു പഴയ കാർഷിക ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ 1200-ലധികം വിവിധ മതക്കാർ താമസിക്കുന്ന വീടുകളുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഇതൊരു ആശയം ഞങ്ങളുടെ മുമ്പിൽ മേൽപ്പറയപ്പെട്ട PMA സമീർ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഐക്യകണ്ഠ്യേന ആ ഒരു ആശയത്തിലൂടെ നമുക്ക് ആവശ്യമായ 50 ലക്ഷം രൂപ സ്വരൂപിക്കാമെന്ന തീരുമാനത്തിലെത്തി. അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ പുല്ലാരയിലെ മുഴുവൻ ജനങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും പരസ്പരം കൈകോർത്തപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു എന്നതാണ് സത്യം. ഇത് എല്ലാ നാടുകൾക്കും മാതൃകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയമൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ സമയത്ത് പരസ്പരം മുസ്ലിങ്ങളും ഹൈന്ദവരും കൈകോർത്തുകൊണ്ട് ഒരു സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇതുപോലെ പണം കണ്ടെത്തി എന്നത് വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുകയാണ്. പല ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ചോദിച്ചുകൊണ്ടും ഇതിന്റെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടുമുള്ള ഫോൺ കോളുകളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടെയാണ് ഇത് കേൾക്കാനും ഇത് ഉൾക്കൊള്ളാനും വേണ്ടി സാധിച്ചത് എന്നാണ് സത്യം.
എന്നാലിപ്പം ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കൂടി നമ്മളൊപ്പം ചേരുകയാണ്. ഈ നാട് ഒരുമിച്ച് നിന്നാണല്ലേ? നാട് ഈ മഹല്ല് കമ്മിറ്റി, പുല്ലാര സീതാക്കന്മാരുടെ മഹല്ല് കമ്മിറ്റി, അവർ നടത്തിയുള്ള പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അതിനോടൊപ്പം ഞങ്ങൾ ഹൈന്ദവർ ജാതി മത ഭേദമില്ലേ, ഞങ്ങൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ആ സഹോദരൻ്റെ വൃക്ക മാറ്റിവെക്കുന്നതിനായിട്ട് ഞങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ വൃക്ക മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ചിരിച്ച് ഞങ്ങളോടൊപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ആരോഗ്യവാനായിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി അദ്ദേഹം വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങൾ അമ്പലങ്ങളിലും ഇവരുടെ പള്ളികളിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നൊരു പള്ളിയാണിത്. പുല്ലാര സീതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാത്തവരാരുമില്ല. അപ്പം ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നൊരു ആ മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവരോടൊപ്പം ഞങ്ങൾ പങ്കുചേർന്നു. ഇനിയും ഈ ദൗത്യം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള അസുഖം വരാതിരിക്കാനും മേലിൽ നമ്മുടെ കുട്ടികൾക്കും എല്ലാം മറ്റുള്ള കാര്യങ്ങൾക്കും ഇവർ മുൻപന്തിയിൽ നിൽക്കുകയാണെങ്കിൽ അവരെ പിന്നിൽ ഈ ഹൈന്ദവ സമൂഹവും ഈ പുല്ലാന്നൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങളും ഹൈന്ദവരെല്ലാവരും ഇവരോടൊപ്പം ഉണ്ടാവും. ഈ സമൂഹത്തിൻ്റെ കൂടെ ഈ പുല്ലാര ഇവർ നടത്തുന്ന മഹല്ല് കമ്മിറ്റി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഉണ്ടാവും. അവരോടൊപ്പം ഒപ്പം ചേർന്നുകൊണ്ട് ഇവിടെ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് അർത്ഥത്തിലും എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വരും തലമുറയിൽ ഞങ്ങൾ കുട്ടികളുടെ കുടുക്കകൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾക്കൊരു മാതൃകയായിട്ട് മാറിയിട്ടുണ്ട്. ഈ മഹല്ല് കമ്മിറ്റി അവർക്കുള്ള കുടുക്കകൾ കൊടുത്തു കഴിഞ്ഞു. ആ കൊണ്ടുവന്ന കുടുക്കകൾ പൊട്ടിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള കുടുക്ക അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരും തലമുറയിൽ ഈ അസുഖത്തിന് മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിനും ഈ കുടുക്കൾ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തുള്ളത്. അത് വീണ്ടും ഞങ്ങൾ ഇവരോടൊപ്പം ഈ പുല്ലാര മഹലിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടുത്തെ സുന്നി മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി കൂടി ചെയ്യുന്നു. ഈ വിഷയത്തിൽ നമ്മളെ കൺവീനറും ചെയർമാനും ക്ഷേത്ര പ്രസിഡന്റും വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ മാതൃകാപരമായിട്ട് ഏത് നാടിനും പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണിത്. വളരെ അത്ഭുതകരമായ രീതിയിലാണ് നമ്മളിവിടെ അത് വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടത് ഏത് നാട്ടിൽ നടക്കുകയാണെങ്കിലും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഒരുമയാണ് വേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച 26-ാം തീയതിയോടെ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ രാത്രി 10 മണി വരെ എന്ന ആ പരിപാടിയിൽ രാവിലെ ആരംഭിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെയായിരുന്നു നമ്മൾ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവസാനം അത് ഫിനിഷ് ചെയ്യുമ്പോൾ അത്ഭുതകരവും ആശ്ചര്യവും ഞങ്ങളെ നാട്ടിലെ മൊത്തം ജനങ്ങൾക്കും ഉണ്ടായി എന്നതാണ് സത്യം. വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മളെ കൺവീനർ പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക മുൻപന്തിയിലൊന്നും ഇല്ലാത്തൊരു പ്രദേശം എന്ന നിലക്ക് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നാടിനും ഇത് നേടിയെടുക്കാൻ കഴിയും. പല നാടുകളിലും പ്രയാസപ്പെടുന്ന രോഗികൾക്ക് അതൊരാശ്വാസമാകും എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി നമ്മോടൊപ്പം. എങ്ങനെയാണ് ഇതിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്? ഇത് നാട്ടിലെ യുവാക്കളും മഹല്ല് കമ്മിറ്റിൻ്റെ കൂടെ ഒരുമിച്ച് നിന്നു എന്നതാണ്. പിന്നെന്താ വെച്ചാൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഇവിടെ എല്ലാവരും ഒരുപോലെ, അതായത് എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ഓരോ മണിക്കൂറും 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10 മണി വരെയാണ് ഇത് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ മണിക്കൂറും ലക്ഷങ്ങളിങ്ങനെ മാറി മാറുമ്പോൾ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കുക. ഇത് എത്തൂല, ഉച്ചയാകുമ്പോൾ 15 ലക്ഷം ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓരോ തമ്മിൽ പറയുകയാണ് ഇത് എത്തൂല. പിന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പിന് എല്ലാവരും ഒരുങ്ങുന്നത് പോലെയാണ് ഈ നാട്ടിലെല്ലാവരും ഒരുങ്ങിയത്. അവിടെ ഞങ്ങൾ ഒരു ആപ്പ് ഉപയോഗിച്ച് അവിടെ ഒരു സ്ക്രീനും ഇതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. നാട്ടിലെ യുവാക്കളൊക്കെ ഇവിടെ കൂടിയിട്ട് അതിൽ പണ്ട് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കുറിക്കല്യാണം പറഞ്ഞൊരു സംഗതി. അതുപോലെയാണ് കുറിക്കല്യാണം നമ്മൾ പൈസ തിരിച്ചു കൊടുക്കും. ഇത് തിരിച്ചു കൊടുക്കാതെ കുറിക്കല്യാണം മോഡലാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ചെറിയ പിഞ്ചു കുട്ടികൾ കുടുക്ക, അവരുടെ പൈസ കുടുക്ക കൊണ്ടുവന്ന് 22ഓളം കുട്ടികൾ അവരെ പൈസ കൊടുക്കുക. അതിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് 25,000-ഓളം രൂപ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് അവർ ചെറിയ കുടുക്ക കൊണ്ടുവരുമ്പോൾ അത് അവിടെ വെച്ച് പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ പുതിയൊരു കുടുക്ക അവർക്ക് ആ സമയത്ത് തന്നെ നൽകിയിരുന്നു. ഇത് അവസാന നിമിഷത്തിൽ നമ്മൾ വോട്ടൊക്കെ എണ്ണി തീരുന്ന ആ ഫീലായിരുന്നു, ആകാംക്ഷയായിരുന്നു ഞങ്ങൾക്ക് ഉള്ളത്. 10 മണിയോട് അടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സ്ക്രീനിലേക്ക് നാട്ടുകാർ മൊത്തം അവിടെ തടിച്ചു കൂടിയിരുന്നത്. രാവിലെ 10 മണി മുതൽ 200ഓളം ആളുകൾ ഫുൾ ടൈം വൈകുന്നേരം വരെ അവിടെ, രാത്രി വരെ അവിടെ തടിച്ചു കൂടിയിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ സ്ക്രീനിന് ചുറ്റും നമ്മൾ മുമ്പൊക്കെ ന്യൂസ് കാണുന്നത് പോലെ എല്ലാവരും തടിച്ചു കൂടിയിരുന്നു. ഏതായാലും ഒരു ആവശ്യം വന്നപ്പോൾ ഒരു നാട് ഒരുമിച്ച് നിന്ന കഥയാണ് പുല്ലാരൂരിൽ നിന്ന് പറയാനുള്ളത്. ആ രോഗിക്ക് വേണ്ട തുക എത്രയാണോ ആ തുക ഒറ്റ ദിവസം കൊണ്ട് ഈ നാട്ടിലെ നാട്ടുകാരെല്ലാവരും, എന്ന് വെച്ചാൽ
കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ പ്രായഭേദമന്യേ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് നിന്ന് കൈകോർത്തുകൊണ്ട് 50 ലക്ഷം എന്ന രൂപയിലേക്ക്, അതായത് 1.5 കോടിയോളം രൂപ സ്വരൂപിച്ചിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട്, രാവിലെ 10 മുതൽ രാത്രി 10 വരെ എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാട് ഒരുമിച്ച് നിന്നാൽ ആ നാട്ടിൽ വേണ്ട ആവശ്യമായ എന്താണോ അത് നേടാൻ കഴിയുമെന്നുള്ള ഒത്തൊരുമ ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവ് കൂടിയായി മാറുകയാണ് ഈ പുല്ലാരയിലെ ഈ മഹല്ല് കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും പുല്ലാരയിലെയും മനുഷ്യരും. അത് തന്നെയാണ് അവർ കാണിക്കുന്നത്. ഏതായാലും വലിയ സന്തോഷത്തിലാണ് ആ രോഗിക്ക് അവർക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിഞ്ഞതിൽ. മലപ്പുറം ജില്ലയിലെ പുല്ലാരയിൽ നിന്ന് അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.